C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. പൂജ പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ഇവനെ കാണാനേ വിലക്കുള്ളൂ. ഇടയ്ക്ക് ദീപയ്ക്ക് അങ്ങോട്ട് വരാൻ കേട്ടോ. അവിടെ കുറച്ചു ദിവസം താമസിക്കുകയും ചെയ്യാം. ദീപയുടെ കാര്യത്തിൽ അങ്ങേയറ്റം വേദനിക്കുന്നവരാ പൂജയും അവളുടെ അമ്മയൊക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുത്തേ വിളിക്കാറുണ്ട്. പറയുന്നുണ്ട് അവള് കാര്യങ്ങളൊക്കെ. എന്തായാലും ദീപയെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് നടന്ന ഒരാളെ ഇപ്പൊ ദീപയ്ക്ക് കൂട്ടായി കിട്ടിയല്ലോ, രചനയെ. അത് വലിയൊരു ആശ്വാസമായി. ഇയാൾക്ക് തന്റെ ഇടം കുറവാണെങ്കിലും ഇയാളുടെ അനിയത്തെ പോലെ എവിടെയും എന്തും പ്രതികരിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ് രചന. അതെ, ദീപ കുറച്ചുകൂടെ ബോൾഡ് ആവണം കേട്ടോ. എല്ലാവരുടെ മുന്നിൽ താഴ്ന്നു കൊടുത്താ മറ്റുള്ളവർ ചവിട്ടി താഴ്ത്താനേ ശ്രമിക്കൂ. ആ, എന്നാ പിന്നെ സമയം കളയണ്ട. നിങ്ങൾ പോകാനുള്ളിടത്തൊക്കെ പോയിട്ട് വാ. ശരി ഏട്ടാ. ശരി ഏട്ടാ, ശരി, വാ. വല്ലാത്തൊരു സംഘർഷത്തിലായിരുന്നു എന്റെ മനസ്സ്. ഇന്നാ അതൊന്ന് ശാന്തമായത്. എങ്ങനെ ശാന്തമായെന്നാ പറയുന്നേ? ഇനിയിപ്പോ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എന്റെ പേടി. ദേ, എന്നെ വിളിച്ചോണ്ടിരുന്ന സമയം മുതൽ താൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. നമ്മൾ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഈ സമയത്ത് അമ്മ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നെഞ്ചു വിരിച്ച് നിൽക്കും. അതിനുള്ള ധൈര്യമുണ്ടോ? താൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു മടിയില്ല. ഇനി യാത്ര പറയാനാ പാട്. ജഗനോട് വിളിച്ചു പറഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ ചാരുവിനെ അയാളുടെ വീട്ടിലിരുത്തും. എന്തായി പറയുന്നേ? ഞാൻ ഒരുപാട് സ്വാർത്ഥനായി പോയല്ലേ. അന്യ പുരുഷന്മാരുടെ വീട്ടിൽ സ്വന്തം പെങ്ങൾ നിൽക്കുന്നത് നല്ലതാണെന്ന് പറയേണ്ടി വരുന്നത് ഗതികേടുകൊണ്ടാ. പിന്നെ ഞാൻ പറഞ്ഞത്, ജഗനായതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. എന്റെ പെങ്ങളെ അയാൾ സ്വന്തം പെങ്ങളായിട്ടേ കാണും. എങ്കിലും അതൊരു ചെറിയ പെൺകുട്ടിയല്ലേ? ആ, ചെറിയ പെൺകുട്ടിയാണെങ്കിലും നാവത്ര ചെറുതൊന്നുമല്ല. എനിക്ക് ഇത്രയും മതി. ഇതുപോലെ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലൊന്ന് കണ്ടാ മതി. പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഹരിത മൊബൈൽ കൊണ്ടുവരും. അപ്പോ അതില് സംസാരിക്കാലോ. ഇടയ്ക്കിടയ്ക്ക് ചാരു വന്ന് പരിശോധിക്കും. ഞാൻ വേറെ ഫോൺ വാങ്ങിയെന്നൊക്കെ നോക്കും. ഒരു തരത്തിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യിക്കില്ല എന്നുള്ള വാശിയിലാവള്. എന്തായാലും ഇന്ന് ശരിക്കും അവള് പേടിച്ചിട്ടുണ്ടാവും. എന്നാലും രാത്രി സമയത്തൊക്കെ ചെന്ന് ഒരു ശബ്ദം ഉണ്ടാക്കാതെ എങ്ങനെയാ ജഗൻ ചാരുവിനെ തട്ടിക്കൊണ്ടുപോയത്? അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ അവർക്ക് പ്രത്യേക കഴിവല്ലേ. എന്തായാലും ദിയയ്ക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് നന്നായി. അല്ലെങ്കിൽ ഇതുപോലുള്ള സഹായങ്ങളൊക്കെ ആര് ചെയ്തു തരാനാ? അവരുടെ ബന്ധം നാൾക്കുനാൾ വളർന്നുകൊണ്ടിരിക്കുക. രണ്ടാളും തമ്മിൽ കെട്ടുവോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അവൾ ഇനി വേറൊരാളെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. അവളുടെ ജീവിതത്തിൽ അവള് സിനിമയിലെ നായകന്മാരെ പോലും ഇങ്ങനെ ആരാധിച്ചിട്ടില്ല. അവൾക്ക് ഭയങ്കര ആരാധനയാ. ഒരു ദിവസം ജഗന്റെ വിളി വന്നില്ലെങ്കിൽ ഭയങ്കര വിഷമം അവൾക്ക്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ജഗനെ പുറത്തുപോയി പണിയാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ എന്റെ കണക്ഷൻ വെച്ചിട്ട് ഗൾഫിലേക്ക് പറഞ്ഞുവിടായിരുന്നു. ആ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ കോട്ടയത്ത് കൂടി ഒരു ഷോറൂം തുടങ്ങാനുള്ള ചിന്തയിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ അയാൾക്ക് എന്തെങ്കിലും ജോലി കൊടുക്കായിരുന്നു. അപ്പോ ഭീഷണിയൊക്കെ ഒഴിഞ്ഞു പോവോ? എന്തൊന്നും പറയാൻ പറ്റില്ല. ജഗനെ പോലൊരു ഗുണ്ട എപ്പോ പത്തി താഴ്ത്തുന്നുവോ അത് നോക്കിയിരിക്കായിരിക്കും ശത്രുക്കള്. ഇവിടെ ജഗന് നിസ്സാരക്കാരല്ല എതിരാളികൾ. സദാനന്ദനും അവന്റെ മോനും ഒക്കെ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. പിന്നെ ജഗൻ വീണ് കഴിഞ്ഞാൽ അവര് നോട്ടിടുന്നത് തന്റെ കുടുംബത്തെ ആയിരിക്കും. അതറിയാവുന്നതുകൊണ്ടാ മാറണമെന്ന് തോന്നിയിട്ടും ജഗന് മാറാൻ കഴിയാഞ്ഞത്. തൽക്കാലം ഇങ്ങനെ പോട്ടെ. ആ, ഇനി കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഷോറൂമിലേക്ക് കയറിയിട്ട് ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവിടാം. ശരി, വാ.
യാത്ര അങ്ങ് തുടർന്നാലോ? എവിടേക്ക്? എവിടേക്കെങ്കിലും. കടൽ അനന്തമായി കിടക്കുന്ന പോലെ റോഡ് അനന്തമായി പോകുമല്ലേ? നമുക്ക് അതിലൂടെ യാത്ര തുടർന്നാലോ? അതിനുള്ള ധൈര്യമുണ്ടോ? ധൈര്യമില്ലാത്ത ഒരാളാണ് കൂടെ, പിന്നെ എങ്ങനെ ധൈര്യം വരാനാ? ഞങ്ങള് മ്യൂസിയത്തിനടുത്തുള്ള റെസ്റ്റോറന്റില് ഫുഡ് കഴിക്കാൻ പോയപ്പോഴാ അവരെ കണ്ടത്. അല്ല, അവര് വീണ്ടും ഒന്നിച്ചോ? അതറിയില്ല അച്ഛാ. നിങ്ങളെ അവര് കണ്ടായിരുന്നു? ഞങ്ങള് മുഖം കൊടുത്തില്ല. ഒരു കാര്യം ഉറപ്പാ, ജയലാലിന്റെ അമ്മ അറിഞ്ഞുകൊണ്ട് അവർക്ക് ഇങ്ങനെ ചുറ്റിയടിക്കാൻ പറ്റില്ല. പെങ്ങള് കൂടെ ഉണ്ടല്ലോ. എന്തായാലും അവളെ വെട്ടിച്ചായിരിക്കും വന്നിരിക്കുന്നത്. ജയലാലിന്റെ ഫോൺ പോലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ പെങ്ങള് ചാരുവാണെന്നാ കാർത്തി എന്നോട് പറഞ്ഞത്. ഇവള് പറഞ്ഞതാ ലാലിന്റെ അമ്മയെ വിളിച്ച് എല്ലാം പറയാന്ന്. അത് വേണ്ട മോളെ, അച്ഛനെ തള്ളിക്കളഞ്ഞ പെമ്മക്കള് തന്നെ രണ്ടാളും. എങ്കിലും മക്കളായി പോയതുകൊണ്ട് അവരുടെ ഭാവിക്ക് ഒരു കോട്ടവും തട്ടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ദീപയുടെ കാര്യത്തിൽ. ഇളയവൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു മണ്ണാങ്കട്ടയില്ല. കാരണം അവളുടെ കുഴി അവള് തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നാളെ മൂത്തവള് കാണിച്ചതിനേക്കാൾ വലിയ പേരുദോഷം അവള് കേൾപ്പിച്ചാലും വലിയ അത്ഭുതമൊന്നുമില്ല. പിന്നെ ദീപയെക്കുറിച്ച് മോള് കേട്ടതൊക്കെ അത്ര ശരിയായ കാര്യങ്ങളൊന്നുമല്ല. അതിന് പിന്നെ പ്രവർത്തിച്ചത് കാർത്തിയും ഇപ്പൊ ദീപ സ്നേഹിക്കുന്ന രചനയൊക്കെയാണ്. അവരാണ് അവളെ ട്രാപ്പിലാക്കിയതെന്ന് അവര് സമ്മതിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അവളെ പിന്നെ ക്രൂശിക്കുന്നത് ശരിയല്ല മോള്. അത് തന്നെ അച്ഛാ ഞാനും ഇവളോട് പറഞ്ഞത്. എനിക്ക് അച്ഛന്റെ മൂത്ത മോളോട് വലിയ ദേഷ്യമൊന്നുമില്ല. എന്റെ പക എത്രയും അവരോടാ. അച്ഛനുള്ളതുപോലെ തന്നെ അച്ഛന്റെ ഭാര്യയോട്. അവരെ കരയിക്കാൻ ഒരു അവസരം കിട്ടിയാ അത് മുതലാക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. എനിക്കും ആഗ്രഹമുണ്ട് മോളെ. പക്ഷെ ഇവിടെ അതിനുവേണ്ടി നമ്മൾ ദീപയെ തിരഞ്ഞെടുത്ത ഭാഗ്യത്തെക്കാൾ കൂടുതൽ കരയേണ്ടി വരുന്നത് എന്റെ മോൾക്കായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.